പശ്ചിമേഷ്യയിലെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ അടക്കം 40ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നുണ്ട്. ഗസയുടെ 80% പ്രദേശങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി എന്നും പി ജെയിംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഭക്ഷ്യവസ്തുക്കൾ കടത്തിവിടാത്തത് മൂലം പട്ടിണി മരണം കൂടുകയാണ്. ഹൂതികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവെന്നും വാർത്തയുണ്ട്. ബി ജെയിംസ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ബി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. കേരളത്തിലും കെടുതികളുടെയൊക്കെ വാർത്തകൾ വരുമ്പോൾ അതിലും വലിയ കെടുതിയുമായിട്ട് പശ്ചിമേഷ്യ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ മഴയാണ്, മഴയുടെ ദുരിതമാണ്. അവിടെ ബോംബുകൾ മഴയായി പെയ്യുകയാണ്. ബോംബ് വർഷമാണ് അവിടെ. അപ്പോൾ ബോംബ് മഴയാണ് എസ് കെ. സത്യം പറഞ്ഞ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത നമ്മൾ ഇന്നലെ പറഞ്ഞു. ഒരു ഡോക്ടറുടെ നജാർ എന്ന 2 ഡോക്ടർമാരാണ്, അവരുടെ 10 മക്കളുണ്ട്. അവർക്ക് നേരെ ബോംബിട്ട് 9 പേര് കൊല്ലപ്പെട്ടു. ഒരു കുട്ടി മാത്രമാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. അതിൽ പിതാവ് ഡോക്ടർ ഹംദി, അദ്ദേഹം അതീവ ഗുരുതര നിലയിലാണ് എന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു. ഇനി ആ ഒരു കുട്ടിയും അതിൽ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം എസ് കെ എൻ, ഈ 9 കുട്ടികളുടെയും മരിച്ച ഭൗതിക ശരീരവുമായിട്ട് അല്ലെങ്കിൽ മരണമടഞ്ഞ അവരുടെ ഭൗതിക ശരീരവുമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലാണ് അമ്മ നജാർ, ഡോക്ടർ നജാർ അൽ നജാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാവുന്ന ഒരു അമ്മയ്ക്ക് 9 കുട്ടികളെ, അതും 12 വയസ്സിനും 5 മാസത്തിനും ഇടയിലുള്ള 9 കുട്ടികളെ ഒറ്റയടിക്ക് ഒരു മിസൈൽ പതിച്ച് നഷ്ടപ്പെടുന്ന എന്നതിൻ്റെ സങ്കടം, ആ സങ്കടത്തിൻ്റെ നടുവിലും തൻ്റെ ഭർത്താവിനെയും രക്ഷപ്പെട്ട ഒരു കുട്ടിയെയും രക്ഷപ്പെടുത്താനുള്ള ഓട്ടത്തിലായിരുന്നു കരഞ്ഞുകൊണ്ട് ആ അമ്മ. അപ്പോൾ ആ തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ മണിക്കൂറുകളിൽ 40ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു പലസ്തീനികൾ. അതിൽ അവിടുന്ന് പാലസ്തീനിൽ നിന്നുള്ള വളരെ അറിയപ്പെടുന്ന ഹസൻ മജീദി എന്ന മാധ്യമപ്രവർത്തകൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എസ് കെ എൻ. ഒരുപക്ഷെ അതും ദുഃഖകരമാണ്. 220 മാധ്യമപ്രവർത്തകർ ഈ 19 മാസത്തിനിടയിൽ അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവർ വേറെ ഒന്നിനും ഇത് ചെയ്തതല്ല, റിപ്പോർട്ട് ചെയ്യാൻ പോയവരാണ്. 220 മാധ്യമപ്രവർത്തകർ ഗസയിൽ കൊല്ലപ്പെട്ടു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഇതിനിടയിൽ 2 റെഡ് ക്രോസ് പ്രവർത്തകർ, ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് സഹായം എത്തിക്കാൻ മെഡിക്കലിൽ ചെല്ലുന്ന 2 റെഡ് ക്രോസ് പ്രവർത്തകർ കൂടി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അവർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ നടത്തിയതിനേക്കാൾ അതിഭീകരമായ അറ്റാക്കാണ് നടക്കുന്നത്. കരയിൽ നിന്നും ആകാശത്തിൽ നിന്നും ഉള്ള അറ്റാക്കാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നു, ഇല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നു. ഒരുപാട് സാധാരണക്കാർ കൊല്ലപ്പെടുന്നു. ജനം മുഴുവൻ പലായനത്തിലാണ്. 23 ലക്ഷം പേരുണ്ട് അവിടെ. അതിൽ ഏതാണ്ട് 20% പ്രദേശത്തായിട്ട് എല്ലാവരും അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. വേറെ പുറത്തേക്ക് കടക്കാൻ വഴിയില്ല. ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലുന്ന പോലെയുള്ള അവസ്ഥയാണ്. 80% അവരുടെ നിയന്ത്രണത്തിലായിരിക്കുന്നു. അതിനിടയിൽ ഹൂതികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ഇസ്രായേൽ പറഞ്ഞത് അത് ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു, അയൺ ഡോം കൊണ്ട് തടഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ബി ജെയിംസ്, ഇപ്പോൾ ഒരു ഡയലോഗ് വന്നിരിക്കുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കിറുക്കാണെന്ന് അദ്ദേഹം പറയുന്നു. യുക്രൈനിലേക്ക് മിസൈലും ഡ്രോണും ഒക്കെ അയച്ചത് ഭ്രാന്തിൻ്റെ ലക്ഷണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് സംശയം. റഷ്യയ്ക്ക് മേൽ ഉപരോധം കൊണ്ടുവരുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പിന്നാലെ അമേരിക്കയുടെ ഭീഷണിയും വന്നിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ ട്രംപിന്റെ നിലപാടുകൾ വളരെ ഇതാണ്. ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പുടിൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഞാൻ പറഞ്ഞ ഉടൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇപ്പം കീഴ്മേൽ പറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ സെലൻസ്കിയെ കുറ്റപ്പെടുത്തിയിരുന്നു, നേരത്തെ അപമാനിച്ചു. വൈറ്റ് ഹൗസിൽ ചെന്നപ്പോൾ നിങ്ങൾ കാരണമാണ് യുദ്ധം തീരാത്തതെന്ന് പറഞ്ഞ് സെലൻസ്കിക്കെതിരെ പറയാത്തതൊന്നുമില്ല. JD വാൻസ് വൈസ് പ്രസിഡന്റ് ചേർന്ന് അദ്ദേഹത്തെ ലോകത്തിന് മുമ്പിൽ പരസ്യമായി പത്രസമ്മേളനത്തിൽ അപമാനിച്ചു. ഇപ്പോൾ അടുത്തിടെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയെ മായിട്ട് ഏറ്റുമുട്ടി വെള്ളക്കാരെ അവിടെ പീഡിപ്പിച്ച് കൊല്ലുകയാണ് ആഫ്രിക്കയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇതൊക്കെ പ്രോട്ടോക്കോളും നയതന്ത്ര മാനദണ്ഡങ്ങളെല്ലാം കടത്തിവെട്ടിയാണ്. അതൊക്കെ കാറ്റിൽ പറത്തിയാണ് ട്രംപിൻ്റെ. ഇപ്പോൾ ഇതാ പുടിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഹീസ് ക്രേസി. മലയാളത്തിൽ പറഞ്ഞാൽ ക്രേസി എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ അല്ലെങ്കിൽ കിറുക്കൻ എന്നാണ്. അദ്ദേഹത്തിന് കിറുക്കാണ്, അദ്ദേഹത്തിന് വട്ടാണ്. ആർക്ക്? റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്. അപ്പോൾ ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് വെച്ചിരിക്കുന്ന ആരോപണമാണ്. എന്ന് മാത്രമല്ല, ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഉപരോധങ്ങൾ കൊണ്ടുവരും, അമേരിക്ക ഉപരോധം കൊണ്ടുവരികയാണെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് അവിടുത്തെ യുക്രൈൻ യുദ്ധം വീണ്ടും രൂക്ഷമായ അവസ്ഥയിലേക്ക് പോവുകയാണ് എസ് കെ എൻ. പുടിനെ സംബന്ധിച്ചിടത്തോളം പുടിൻ ഒന്നിനും വഴങ്ങാൻ തയ്യാറല്ല. പുടിനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു, അമേരിക്ക തീരുമാനിച്ചിരുന്നില്ല. അമേരിക്കയും ഉപരോധങ്ങൾ കൊണ്ടുവരികയാണെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതിനിടയിൽ ഉക്രൈനിലേക്ക് 250-ലേറെ ഡ്രോണുകൾ അയച്ചാണ്, അതൊരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചാണ് പുടിൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ബി ജെയിംസ്. വിദേശ വാർത്തകളുമായി നാളെ കാണാം.